നോമിൽ നിന്ന് വരിപ്പിക്കാൻ പറ്റിയ ആരെയും കിട്ടിയില്ലയോ വത്സ? സമയമായി വരുന്നല്ലേ ഉള്ളിയാ. നിന്റെ അടുത്ത് പല അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നെ അളിയാ കളിയാൻ നമുക്ക് ആരും വിളിക്കല്ലെന്ന്. നമ്മൾ ഒത്തു പഠിച്ചല്ലേ അളിയാ. ഷെരീഫെ, നീ വേറെ 7ാം ക്ലാസ്, ഞാൻ 8ാം ക്ലാസ്. അതുകൊണ്ടാണ് നീ ഇന്നും എന്റെ ശിഷ്യനായിട്ടിരിക്കണം, മനസ്സിലായ? എങ്കിലും നീ അങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലേ. എടാ അങ്ങനെയല്ല, ആരെങ്കിലും വരുമ്പോഴത്തേക്ക് നീ എന്നെ അളിയാന്നൊക്കെ വിളിച്ച് എങ്ങനെ ഇരിക്കും? നഗ്നാനന്ദം ഉണ്ടോ? ആരാ? ഞാൻ ഇവിടുത്തെ റൂറൽ SP ആണ്. സ്വാമി ഒന്ന് കാണാൻ പറ്റുമോ? ചോദിച്ചിട്ട് വരാം. SP കാണാൻ വന്ന SP അറിഞ്ഞ അല്ലളിയാ, നിങ്ങൾ മുഖം കാണിക്കാൻ വന്നേക്കും. അടിച്ചു കയറി വരാൻ പറ. ഇന്ന് റിയാസ് ഖാന്റെ ഡയലോഗ് കൊണ്ടിരിക്കുന്നു. ലജ്ഞാനന്ദയുടെ ധ്യാനം കഴിഞ്ഞു. ആണോ? ഓ അടിച്ചു കയറി വാ. ഓരോ ആചാരങ്ങളെ. ആസന ഇരിക്കൂ മകനെ. SP ആണല്ലേ? പച്ചപ്പുഴു പച്ചിരയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില പറ്റലുകൾ നാം കാണും. ദിവ്യൻ തന്നെ. ഞാനൊരു പ്രശ്നത്തിലാണ്, എന്നെ ഒന്ന് സഹായിക്കണം. മേലുദ്യോഗസ്ഥൻ ഭയങ്കര പ്രശ്നക്കാരനാണല്ലേ? അല്ല, ഭാര്യയാണ് പ്രശ്നം. അതല്ല, നാം ഭവനത്തിലെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഭവനത്തിൽ ഭാര്യയായിരിക്കും ഭരണം അല്ലേ? നമുക്ക് മുട്ടയിലൊന്ന് പ്രയോഗിക്കാം. മുട്ടയത്ത ചിക്കന്റെ കാല്. അത് നുവാങ്ങുന്നല്ലേ ചുട്ട കോഴിയെ പറപ്പിച്ചപ്പോൾ ഒരു കഷ്ണം താഴെ വീണതാണ്. നുവാം തരുന്ന മുട്ട ഭാര്യയെ കൊണ്ട് തീറ്റിക്കണം. പിന്നെ മുട്ടയുടെ പ്രയോഗം ഇനി വേണ്ട. മുട്ട തീർന്നു. അപ്പൊ മാച്ച പത്തം വിശന്നപ്പോ അത്രയും പറഞ്ഞ് സിറ്റി മിസ്സാ. പോയിട്ട് വരട്ടെ സ്വാമി. അളയാ, സത്യത്തിന് നീ സിദ്ധനാണോ? ഞാനാ